അല്ലാതെ കുടുംബവുമായിട്ടും നിയമവിദഗ്ധരുമായിട്ടും ആലോചിച്ചിട്ട് പാർട്ടി തീരുമാനമെടുക്കും. കുടുംബത്തിൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ടും നിയമവിദഗ്ധർ പറയുന്നതനുസരിച്ചും ഏതറ്റം വരെയും പാർട്ടി മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ വിധി ഇപ്പം നേതാക്കൾക്കെതിരെ 5 വർഷം മാത്രമാണ് തടവ് ശിക്ഷ കിട്ടിയത്. അപ്പോൾ നേതാക്കൾക്കെതിരെ എങ്ങനെയാണ് അപ്പീൽ പോകുന്നത്? അതിനകത്ത് തന്നെയാണ് കുടുംബത്തിൻ്റെ ആശങ്കയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാനിന്ന് കണ്ടൊരു വാർത്ത, TP വധക്കേസിലെ 2ാം പ്രതി ഇവിടെ ശിക്ഷിക്കപ്പെട്ട 1ാം പ്രതിയെ നേരിട്ട് കണ്ടു എന്നാണ് ഒരു മാധ്യമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ടാണ്. അത് പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വിഖ്യാതമായ പേരാണല്ലോ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം. അത് ആ കേസിന് മാത്രമല്ല, TP കേസിന് മാത്രമല്ല, അരിൽ ഷുക്കൂർ വധക്കേസിലും പ്രതിയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുമ്പോഴാണ് ഇവിടെ വന്ന് CBI കോടതിയിൽ വന്ന് ഇതിൽ ശിക്ഷിക്കപ്പെട്ട 1ാം പ്രതിയെ കാണുന്നു എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് TP വധക്കേസിൽ ശിക്ഷിച്ചു ജീവപര്യന്തത്തിന്. കോടതികൾ വളരെയേറെ, ഞാൻ കോടതികളെ ആ ഒരു ഉദ്ദേശശുദ്ധിയെ അങ്ങേയറ്റം ബഹുമാനിക്കുകയാണ്. ഈ രാജ്യത്ത് അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കാൻ, അരിഞ്ഞു തള്ളുന്ന ഈ രാഷ്ട്രീയ പ്രവണത ഇല്ലാതാക്കാൻ, ഗൂഢാലോചനക്കാരെ തന്നെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനൊക്കെ തന്നെ കോടതി കാണിക്കുന്ന താല്പര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇവരെല്ലാം പോകുന്ന എങ്ങോട്ടേക്കാണ്? CPM തുറന്നു വച്ചിരിക്കുന്ന പ്രിസണേഴ്സ് വെൽനസ് സെൻറ്ററിലേക്കാണ് ഇവരെല്ലാം പോകുന്നത്. ഇവരുടെ ജീവപര്യന്തം അവർക്ക് സുഖവാസ കാലമാണ്. TP വധക്കേസിലെ ശിക്ഷ വിധിച്ച പ്രതികളെ നമ്മൾ കണ്ട് അവരെത്ര പേരായിരുന്നു, ജയിലിനകത്ത് അവർക്കുള്ള സൗകര്യം എന്തൊക്കെയായിരുന്നു, ജയിലിൽ എന്തെല്ലാം ഏർപ്പാടാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. എനിക്ക് കോടതിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തരം കൊടും കൊല നടത്തി ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് സുഖവാസ കേന്ദ്രമൊരുക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടിയാണ് ആവശ്യം. കേരളത്തിലെ CPM-ൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഇവിടുത്തെ ജയിലുകളെല്ലാം CPM സഖാക്കൾക്ക് കൊല നടത്തിയാലും വന്ന് താമസിക്കാവുന്ന സുഖവാസ കേന്ദ്രങ്ങളാക്കി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫാമിലി പറയുന്നത്, ഈ നാട്ടിലെ ഇപ്പോഴും ജീവൻ തുടിക്കുന്ന 2 ഞങ്ങളുടെ കൊച്ചുകുട്ടികൾ, ശരത്തും കൃപേഷും, ജീവിതത്തിൻ്റെ ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ടവർ, അവരുടെ കുടുംബത്തിനും ഈ നാടിനും വലിയ പ്രതീക്ഷ നൽകി മുന്നോട്ട് വന്ന ആളുകൾ എത്ര വെട്ടിക്കൊന്നത്? എന്ത് കാരണമാണ്? എന്ത് കാരണമാണുള്ളത്? അത്രയും നീചമായ കൊല, ഇത്രയും നീചമായ കൊല നടത്തിയിട്ട് ഇന്നിപ്പോൾ ഞാൻ കേൾക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പ്രസ്താവന. EP ജയരാജൻ പറഞ്ഞതായിട്ട് നേരത്തെ കണ്ടു. ഇതൊക്കെ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ, ഇതിനെ തുടർന്നുകൊണ്ടേയിരിക്കും. CPM എപ്പോഴും പറയുന്നത് പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ്. പാർട്ടിക്ക് ബന്ധമില്ല, പക്ഷേ പാർട്ടി ഏരിയ സെക്രട്ടറി ഉണ്ട്, പാർട്ടി MLA ആക്കിയ ആളുണ്ട്, പാർട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ ആളുണ്ട്. അപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ? ജനങ്ങളോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മത്സരിപ്പിച്ച്, MLA ആയിട്ട് മത്സരിപ്പിച്ച്, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടിക്ക് ബന്ധമില്ല. ഈ പ്രതികളായവരെ പുറത്താക്കിയ പിന്നെ പാർട്ടിയിൽ ആളുണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ കണ്ടു CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന. അദ്ദേഹം എന്തായാലും വസ്തുനിഷ്ഠമായിട്ട് സത്യം തുറന്നു പറഞ്ഞു. കാരണം പ്രതിയല്ലാത്ത ആരും ആ പാർട്ടിയിൽ നിൽക്കാൻ യോഗ്യരല്ലാത്തതുകൊണ്ട് എല്ലാവരും പ്രതികളാണ്. അപ്പോൾ പുറത്താക്കിയ പിന്നെ പാർട്ടി ഉണ്ടാവില്ലല്ലോ. മുഖ്യമന്ത്രി അടക്കം പ്രതിയായിരുന്ന ആളല്ലേ ആ പാർട്ടിയുടെ. ഇവിടെ ഗൗരവതരമായ കാര്യം ഇതാണ്. മുൻപ് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കൊട്ടേഷൻ കൊല നടത്തിയ കുറേ ആൾക്ക് കൊടുക്കും, യഥാർത്ഥ പ്രതികളെ കിട്ടില്ല, ഗൂഢാലോചന നടക്കില്ല, അന്വേഷിക്കപ്പെടില്ല. ഇപ്പോൾ കേസിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഗൂഢാലോചന കേസുകൾ അന്വേഷിക്കുന്നുണ്ട്, ഗൂഢാലോചനയിലേക്കും പോകുന്നുണ്ട് കേസുകളുടെ അന്വേഷണം, ശിക്ഷയും അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ശിക്ഷിക്കപ്പെട്ടവർ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പോലീസ് അന്വേഷിച്ചോ? കൊടി സുനിക്ക് എന്താണ് ഈ കേസിലെ 1ാം പ്രതിയായിട്ട് കാര്യം? ചൈന അതിർത്തി പ്രശ്നമായിരുന്നോ സംസാരിച്ചത്? ഇത് കേരളത്തിൽ ഇന്ന് നടക്കുന്ന പിണറായി വിജയൻ രാഷ്ട്രീയ എതിരാളികളെ കൊന്നു തള്ളി വീഴ്ത്താൻ വേണ്ടി സ്വന്തം പാർട്ടി കിങ്കരന്മാരെ ഉപയോഗിക്കുമ്പോൾ ആ കിങ്കരന്മാരെ ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു താവളമാക്കി ജയിലുകളെ പോലെ അവർ മാറ്റിയിട്ടുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കൊലപാതകം ഇതോടുകൂടി അവസാനിക്കണമെന്നാണ് നാട്ടുകാർ ആഗ്രഹിക്കുന്നത്. എന്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ആളെ അരിഞ്ഞു വീഴ്ത്തുന്ന തല്ലിക്കൊല്ലുന്ന ഇതിനെ അവസാനിപ്പിക്കണം. ഇത്തരമൊരു വിധി അതിന് സഹായകമാകുമെന്ന് വെച്ചിട്ടാണ് കോടതിയും വിധിക്കുന്നത്. ആ കോടതി വിധിക്ക് ശേഷവും കോടതി വിധിയെ വെല്ലുവിളിക്കുന്ന രീതിയിലല്ലേ ഇവർ ഞങ്ങൾക്ക് പാർട്ടിക്ക് ബന്ധമൊന്നുമില്ല, പാർട്ടിക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ ഞങ്ങൾ നിയമപരമായിട്ട് പോവും. നിയമപരമായിട്ട് പോകുമല്ലോ, സർക്കാരിന് അതിൽ പണമുണ്ടല്ലോ. പാവപ്പെട്ട അമ്മമാർക്കും പാവപ്പെട്ട സഹോദരിമാർക്കും കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ ആ പെൻഷൻ കൊടുക്കാത്ത കാശ് എടുത്തിട്ട് 1 കോടിയിലധികം രൂപ ചിലവാക്കിയിട്ടാണല്ലോ ഈ കേസ് നടത്തിയതവർ. ഇവരെല്ലാം ഒരു സംശയം വേണ്ട, വിധിക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരും, ഇൻക്ലൂഡിങ് ചീഫ് മിനിസ്റ്റർ. ഇത്തരം കാട്ടാള രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാപാലിക മാർക്സിസ്റ്റുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെയെങ്കിലും വിധിക്ക് മുന്നിൽ കീഴടങ്ങി തീരുന്നത് കാണാൻ കേരളം കാത്തിരിക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.